സ്നേഹം കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവർ, പരാതി കേൾക്കുന്നവർ അറിയാൻ ചില കാര്യങ്ങൾ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു കണക്ഷൻ ഫീൽ ഉണ്ടാകുന്നില്ല എന്നതാണ് നിങ്ങളുടെ പരാതി എന്നുണ്ടെങ്കിൽ ആദ്യം ആ വ്യക്തിയെ സ്നേഹിക്കാൻ പഠിക്കും. നിങ്ങളെ ഏത് രീതിയിലാണ് സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളും പഠിക്കും. ഒരേ അളവിൽ ഒരേ രീതിയിൽ നമ്മൾ വാരിക്കോരി കൊടുത്തു കഴിഞ്ഞാൽ സ്നേഹം കിട്ടിയെന്ന് ആരും പറയാൻ പോകുന്നില്ല. അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ സ്നേഹം റിസീവ് ചെയ്യാനും സ്നേഹത്തെ നൽകാനും സാധിക്കണം. അതിനെയാണ് ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. 5 തരത്തിലുള്ളത്: വാക്കുകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട്, ഗിഫ്റ്റ് അല്ലെങ്കിൽ സർപ്രൈസ് കൊണ്ട്, അതുമല്ലാന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ടച്ച് കൊണ്ട്, അതുമല്ലാന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ടൈം കൊടുക്കുന്നത് വഴി. ഇങ്ങനെ 5 വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ് പൊതുവെ ലവ് ലാംഗ്വേജസ് ഉള്ളത്, സ്നേഹത്തിന്റെ ആവശ്യകതയുള്ളത്. നിങ്ങളുടെ പങ്കാളിയുടെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 2 ലവ് ലാംഗ്വേജസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. അതിനെ പ്രയോറിറ്റൈസ് ചെയ്ത് വേണം നിങ്ങൾ ആ ബന്ധത്തെ കൂടുതൽ മനോഹരമാക്കാൻ ശ്രമിക്കാനുള്ളത്. ഇനി അഥവാ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ എന്നെ പോലുള്ള റിലേഷൻഷിപ്പ് കോച്ചൊക്കെ ഉണ്ട് കേട്ടോ, ഞങ്ങളുടെ കയ്യിൽ അസസ്മെന്റ് ടൂളൊക്കെ ഉണ്ട്. അത് നമുക്കൊന്ന് ട്രൈ ആവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ പങ്കാളിയുടെ ലവ് ലാംഗ്വേജ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. ടോപ്പ് 2 ലവ് ലാംഗ്വേജസ് ഓഫ് യുവർ പാർട്ട്ണർ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പേറ്റ് ടു എക്സ്പീരിയൻസ്.